കൂട്ടുകാരി മഹാലക്ഷ്മിയിൽ വീണ്ടും ഒരു പൊട്ടിത്തെറി. അതെ പ്രേക്ഷകരെ, നമ്മളെല്ലാം കണ്ടു കാണും നമ്മുടെ മേഘനാഥൻ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുന്നതല്ലേ. അപ്പൊ രാത്രി തന്നെ നമ്മുടെ വാമദേവൻ കണ്ണനെ വിളിച്ച് പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് നമുക്ക് ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം എന്ന്. പക്ഷെ കണ്ണൻ പറയുന്നുണ്ട് ഇന്ന് വേണ്ട, നാളെ രാവിലെ തന്നെ പോകാം. ഇന്നിപ്പോ എന്തോ എനിക്കൊരു സുഖം തോന്നുന്നില്ല. എനിക്ക് ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കുമ്പോഴൊക്കെ എനിക്ക് സംഭവിച്ച ഒരു ആക്സിഡന്റ് എനിക്ക് ഓർമ്മ വരികയും പിന്നെ ഞാൻ ആകെ തളർന്നു പോവും മഹി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കണ്ണൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്നാ പോട്ടെ, കണ്ണേട്ടൻ പറയുന്നത് പോലെ നാളെ പോകാം. കണ്ണേട്ടൻ സമാധാനത്തിൽ ഉറങ്ങിക്കോ, ഒന്നും മേഘനാഥനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മിയും നമ്മുടെ കണ്ണനെ സമാധാനിപ്പിച്ചൊക്കെ കിടത്തുവാട്ടോ. പിറ്റേ ദിവസം രാവിലെ ഇവർ ഹോസ്പിറ്റലിൽ എന്തായാലും പോകും അല്ലെ. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി എന്തായാലും മേഘനാഥനെ തിരിച്ചറിയും. അവിടെ ഉണ്ടാകുന്ന ഒരു പൊട്ടിത്തെറി അതെങ്ങനെയായിരിക്കും നമ്മുടെ മഹാലക്ഷ്മിയിൽ വരാൻ പോകുന്നത് അല്ലെ കൂട്ടുകാരെ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അല്ലെ, നമ്മുടെ മഹാലക്ഷ്മി ഇതുവരേക്കും നമ്മുടെ മേഘനാഥനാണ് അമ്മാവിന്റെ മോൻ എന്നുള്ള ഒരു കാര്യം അറിഞ്ഞിട്ടേ ഇല്ല. ഇനി അറിയുമ്പോൾ അതാണ് മേഘനാഥനാണ് നമ്മുടെ കണ്ണന്റെ പെങ്ങളെ വിവാഹം ചെയ്യാൻ പോകുന്നത് എന്നും അറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു പൊട്ടിത്തെറി അപാരം തന്നെ ആയിരിക്കും. നമ്മുടെ മഹാലക്ഷ്മി ആ ഒരു കല്യാണം തന്നെ വേണമെങ്കിൽ നമ്മുടെ കണ്ണിനെ കൊണ്ട് തടസ്സം വെപ്പിക്കും അല്ലെ പ്രേക്ഷകർ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. ഒരു പൊട്ടിത്തെറി തന്നെ ഇനി നമ്മുടെ മഹാലക്ഷ്മി വരാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.